ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അങ്കമാലി ശബരി റെയിൽപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കരുതെന്ന ആവശ്യവുമായി മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് അങ്കണവാടി കുട്ടികളുടെ ഭക്ഷണ മെനു പരിഷ്കരിച്ച് വനിതാ ശിശുവികസന വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. അങ്കമാലി ശബരി റെയിൽപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. ഇതിനായി കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം അടുത്ത ദിവസം തന്നെ കേരളത്തിലെത്തും. പാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ജൂലൈയിൽ തന്നെ ആരംഭിക്കാനും ധാരണയായി. ശബരിമല തീർത്ഥാടകർക്ക് വലിയ സഹായമാകുന്ന പാത എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനമാകും. ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ, കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് എന്നിവരും പങ്കെടുത്തു. കേരളത്തിന്റെ വടക്കുമുതൽ തെക്കുവരെ 3ഉം 4ഉം പാതകൾ ഒരുക്കുന്നതും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇക്കാര്യത്തിലും അനുകൂല പ്രതികരണമാണ് കേന്ദ്രമന്ത്രിയിൽ നിന്നുണ്ടായതെന്ന് ശ്രീ അബ്ദുറഹ്മാൻ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുന്നതിന്റെ ഭാഗമായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം വെട്ടിക്കുറയ്ക്കരുതെന്ന ആവശ്യം മുന്നോട്ടുവച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗ്യാരണ്ടി റിഡംപ്ഷൻ ഫണ്ട് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ കടമെടുപ്പിൽ 3300 കോടി രൂപയുടെ കുറവ് വരുത്തരുതെന്ന് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. 25 പത്രികകളിൽ 7 എണ്ണം തള്ളിയ ശേഷം 18 എണ്ണമാണ് സ്വീകരിച്ചത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രികയും തള്ളി. ഇതോടെ അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കേണ്ടിവരും. പ്രമുഖ സ്ഥാനാർത്ഥികളുടെ ഡമ്മികൾ ഉൾപ്പെടെ 19 പേരാണ് പത്രിക നൽകിയിട്ടുള്ളത്. മറ്റന്നാൾ വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം. ഈ മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. രാജ്യത്ത് നിലവിൽ 4026 പേർ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ തുടരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേരളത്തിൽ 1416 പേർക്കാണ് രോഗബാധ. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ മഹാരാഷ്ട്രയാണ് 2ാം സ്ഥാനത്ത്. സംസ്ഥാനത്ത് അങ്കണവാടി കുട്ടികളുടെ ഭക്ഷണ മെനു പരിഷ്കരിച്ച് വനിതാ ശിശുവികസന വകുപ്പ്. മുട്ട ബിരിയാണി, പുലാവ് എന്നിവ ഉൾപ്പെടുത്തിയാണ് മെനു ക്രമീകരിച്ചിട്ടുള്ളത്. പാലും മുട്ടയും 2 ദിവസം നൽകിയിരുന്നത് 3 ദിവസമാക്കി ഉയർത്തി. പത്തനംതിട്ടയിൽ നടന്ന അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് പോഷക മാനദണ്ഡപ്രകാരം പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തത്. അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന് ആവശ്യപ്പെടുന്ന ശങ്കു എന്ന കുട്ടിയുടെ വൈറൽ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ഭക്ഷണ മെനു പരിഷ്കരിക്കാം എന്ന് ഉറപ്പ് നൽകിയിരുന്നു. +1 പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രകാരമുള്ള പ്രവേശന നടപടികൾ ഇന്നാരംഭിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട്സ് എന്ന ലിങ്കിൽ നിന്ന് ലഭിക്കുന്ന അലോട്ട്മെന്റ് ലെറ്ററുമായി വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്കൊപ്പം സ്കൂളുകളിൽ ഹാജരാകേണ്ടതാണ്. ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ലോക പരിസ്ഥിതി ദിനമായ മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ക്ലിഫ് ഹൌസ് അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം. 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 30 വരെ ക്യാമ്പയിൻ നടക്കുക. പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 5-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കും. രാജ്ഭവനിൽ ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം നാളെ വരെ ലഭിക്കും. കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിലാണ് റേഷൻ വിതരണം നീട്ടിയത്.
ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ തുടക്കമാകും. മിനായിലെ തമ്പുകളിൽ തീർത്ഥാടകരെത്തുന്നതോടെയാണ് കർമ്മങ്ങൾ ആരംഭിക്കുക. നാളെ മുഴുവൻ സമയവും തീർത്ഥാടകർ മിനായിൽ പ്രാർത്ഥനയിൽ കഴിയും. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം മറ്റന്നാൾ നടക്കും. 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അറഫ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. വികസിത കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ലയിൽ 6ാം ദിനവും തുടരുന്നു. ഇന്ന് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ക്യാമ്പയിൻ നടന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന ക്ലാസുകൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നടന്നു. കോഴിക്കോട് ജില്ലയിൽ വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ ഭാഗമായുള്ള പരിപാടികൾ കുന്നമംഗലം, പെരുവയൽ, മാവൂർ പഞ്ചായത്തുകളിൽ ഇന്ന് നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കാസർകോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെയും കാർത്തികപ്പള്ളി താലൂക്കിലെ പള്ളിപ്പാട് തെക്കേക്കര ഗവൺമെന്റ് LP സ്കൂളിനും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി നൽകി. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ കുറഞ്ഞതിനെ തുടർന്ന് കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജനജീവിതം സാധാരണ നിലയിലേക്ക്. മഴവെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികൾ ഇപ്പോഴും കരകവിഞ്ഞൊഴുകുകയാണ്. എന്നാൽ തോട്ടപ്പള്ളി, പൊഴിവഴി കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ജനം വീടുകളിലേക്ക് മടങ്ങി. മാലിന്യങ്ങളും ഇഴജന്തുക്കളും നിറഞ്ഞ വീടുകൾ ശുചിയാക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ജലാശയങ്ങളിലും തോടുകളിലും കായലുകളിലും സർവീസ് നടത്തുന്ന ശിക്കാര വള്ളങ്ങൾക്കും ചെറുവള്ളങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിരോധന ഉത്തരവ് ജില്ലാ കളക്ടർ ഇന്ന് പിൻവലിച്ചു. സ്കൂളുകളിൽ അധ്യയനം പുനരാരംഭിക്കുവാനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. കണ്ണൂർ അഴീക്കൽ ചാൽ ബീച്ചിൽ കുളിക്കുന്നതിനിടെ ഇന്നലെ കടലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. കോടാളിപ്പുറം സ്വദേശി ഗണേശ് നമ്പ്യാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. കാണാതായ മറ്റൊരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായി തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവകാലത്ത് ആംബുലൻസ്, ലാബ് സൌകര്യങ്ങളോടെയുള്ള മെഡിക്കൽ സൌകര്യം ഒരുക്കും. പകർച്ചവ്യാധി പ്രതിരോധത്തിനും മാലിന്യ സംസ്കരണത്തിനും മുൻഗണന നൽകും. ഉത്സവസ്ഥലത്ത് സ്വീകരിക്കേണ്ട ആരോഗ്യ സുരക്ഷാ നടപടികളും യോഗം ചർച്ച ചെയ്തു. ഉത്സവാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കിണർ ക്ലോറിനേറ്റ് ചെയ്യാനും ക്ലോറിൻ ടാബ്ലറ്റുകൾ ലഭ്യമാക്കാനും തീരുമാനിച്ചു. ഹോട്ടലുകൾക്കും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്കും മുൻകൂർ നോട്ടീസ് നൽകി ഭക്ഷണ വിതരണ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാനും നിർദ്ദേശം നൽകും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബും രജത് പാട്ടീദാറിന്റെ നേതൃത്വത്തിലുള്ള ബംഗളൂരുവും കളിക്കളത്തിലിറങ്ങുന്നത്. ഏത് ടീം ജയിച്ചാലും IPL ചരിത്രത്തിൽ പുതു ചാമ്പ്യന്റെ പിറവിയായിരിക്കും ഇതെന്ന പ്രത്യേകതയും ഇക്കുറി ഫൈനലിലുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 636 പോയിന്റ് താഴ്ന്ന് 80,738-ലും നിഫ്റ്റി 174 പോയിന്റ് നഷ്ടത്തിൽ 24,543-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 160 രൂപ വർദ്ധിച്ച് 72,640 രൂപയും ഗ്രാമിന് 9,080 രൂപയുമാണ് ഇന്നത്തെ വില. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട നാളെ വൈകുന്നേരം 5-ന് തുറക്കും. മറ്റന്നാളാണ് പ്രതിഷ്ഠാ ദിനം. പൂജകൾ പൂർത്തിയാക്കി ജൂൺ 5-ന് രാത്രി 10 മണിക്കാണ് നട അടയ്ക്കുക. കൊച്ചി മെട്രോപൊളിറ്റൻ ചെയർമാന്റെയും ആസൂത്രണ കമ്മിറ്റി അംഗങ്ങളുടെയും തിരഞ്ഞെടുപ്പിനുള്ള നടപടി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചു. വരണാധികാരിയായ എറണാകുളം ജില്ലാ കളക്ടറെ കമ്മീഷൻ സ്ഥാനനിർദ്ദേശം ചെയ്തു. കൊച്ചി മെട്രോപൊളിറ്റൻ പ്രദേശത്ത് ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളിൽ നിന്നുമാണ് ആസൂത്രണ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. അങ്കമാലി ശബരി റെയിൽപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കരുതെന്ന ആവശ്യവുമായി മന്ത്രി കെ.എൻ. ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് അങ്കണവാടി കുട്ടികളുടെ ഭക്ഷണ മെനു പരിഷ്കരിച്ച് വനിതാ ശിശുവികസന വകുപ്പ്. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.